ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഫ്രീ ക്ലാസ്സിലെ മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 2 മിറർ വർക്കാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മിറർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. മിറർ നന്നായി ഒട്ടിയതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അത് ഒട്ടിച്ചെടുത്തത്. ഇനി ബേസ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിന്മേൽ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ആദ്യം ഞാൻ മീഡിയം സൈസിലുള്ള മിററാണ് എടുത്തിട്ടുള്ളത്. ഇതിനേക്കാളും ചെറിയ സൈസിലുള്ള മിറർ എടുക്കരുത്. ഒന്നെങ്കിൽ ഇത്ര വലിപ്പം അല്ല ഇതിനേക്കാളും വലുത് എടുക്കുക കേട്ടോ. ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് സൂചി കുത്തിയെടുക്കുക. ഓക്കെ, നല്ലോണം തെറ്റത്തേക്ക് പോവരുത്. ഓക്കെ, ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊടുക്കുക. അതുപോലെ ഈ ഒരു സൈഡിൽ നിന്നും കുത്തിയെടുക്കുക. ശേഷം ഈ ഒരു സൈഡിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുപോലെ എടുത്തു. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പുറത്തെ സൈഡിലേക്ക് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ചെയ്ത സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ നീഡിലെടുക്കുക. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ കൂടെ. അപ്പൊ ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഒന്നും കൂടി ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു തവണ കൂടി ചുറ്റി കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഇതുപോലെ. അപ്പൊ ഇവിടെ ഒരു കെട്ട് ഫോം ആയിട്ടുണ്ട്. ഇതുപോലെ അടുത്ത ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ ഒരു തവണ ചുറ്റുക. എന്നിട്ട് ഒരു തവണ കൂടി ചുറ്റി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കുത്തി കൊടുക്കുക. ഓക്കെ, ഇതുപോലെയാണ് വരിക. ഇവിടെ ഒരു കെട്ട് ഫോം ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും സൂചി കുത്തി പൊക്കി എടുക്കുക. അതിന് ശേഷം ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് തവണ ചുറ്റി കൊടുക്കുക. ഓക്കെ, അടുത്തതിൻ്റെ ഉള്ളിൽ കൂടി രണ്ട് തവണ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് കുത്തി കൊടുക്കുക. ഇതുപോലെയാണ് വരിക. ഇതാണ് നമ്മുടെ മിറർ വർക്കിലെ ബേസ്. പിന്നെ നമ്മൾ മിറർ വർക്ക് ചെയ്യുമ്പോൾ പല സ്റ്റിച്ചുകളും ഇത് ചെയ്തതിന് ശേഷം ഇതിന്റെ ഉള്ളിലൂടെയാണ് ഇനി ബാക്കിയുള്ള സ്റ്റിച്ചുകളൊക്കെ നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ബേസ് കേട്ടോ. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാവരും ആദ്യം ഇത് ഒന്ന് ചെയ്ത് നോക്കുക. ഒരു മിറർ ഒട്ടിച്ചിട്ട് ബേസ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് മിറർ വർക്കിന്റെ ബേസ്. ഈ ഒരു ബേസ് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി രണ്ടാമത്തെ മിറർ വർക്ക് പഠിക്കാം. ഫ്രെയിം സ്റ്റിച്ച് ആണ്. മിറർ വർക്കിലെ ഫ്രെയിം സ്റ്റിച്ച് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ബേസ് റെഡ് കളർ ത്രെഡ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് കളർ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫ്രെയിം സ്റ്റിച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രെയിം സ്റ്റിച്ച് ഈ ഒരു മിററിന്റെ ചുറ്റും നല്ല കറക്റ്റിൽ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ റൗണ്ട് വരച്ചെടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു റൗണ്ടുമ്മ കൂടെയാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം ഈ ഒരു റൗണ്ടിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സൂചി കുത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ചെയ്ത സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ പുറത്ത് കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ആ കുത്തി എടുത്തോടത്ത് തന്നെ വീണ്ടും സൂചി താഴ്ത്തി കൊടുക്കുക. ഓക്കെ,
വീണ്ടും അവിടെ തന്നെ സൂചി കുത്തിയെടുക്കുക. അതിന്റെ തൊട്ടടുത്തുനിന്ന് കുത്തിയെടുക്കുക. അതിന് ശേഷം ഈ ഒരു ചെയ്തിട്ടുള്ള നമ്മൾ ബേസായിട്ട് ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ ത്രെഡ് വലിച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിവിടെ കുത്തി കൊടുക്കുക. അതിന്റെ തൊട്ടടുത്തായിട്ട് ക്ലോത്ത് നല്ലോണം അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ വലിച്ച് പിടിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെ ചുളിഞ്ഞ പോലെ നിൽക്കും. അപ്പൊ ക്ലോത്ത് നല്ലോണം വലിച്ചിട്ട് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാന്. നമ്മൾ മിറർ വർക്ക് ചെയ്യുമ്പോൾ ഫ്രെയിമിൽ ഇട്ടിട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ക്ലോത്ത് അതിൻ്റെ ഇടയിൽ പെട്ടാൽ ഇങ്ങനെ ചുളിഞ്ഞ പോലെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ബേസ് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ചെയ്ത സ്റ്റിച്ചിന്റെ അടുത്ത് തന്നെ വലിച്ചു കൊടുക്കുക. ഓക്കെ, ഇതുപോലെയാണ് ഫ്രെയിം സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തത്. ഇത് ഡ്രസ്സിലൊക്കെ നെക്കിനും ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു മിറർ വർക്കാണ് കേട്ടോ. നെക്കിനൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയാണ്. നെക്കിനും സ്ലീവിനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു മിറർ വർക്കാണ്. ഇത് ഫുള്ള് ഇതുപോലെ ചെയ്തെടുക്കണം. ആദ്യം ഈ ഒരു ബേസ് സ്റ്റിച്ച് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുക. ഏതൊരു സ്റ്റിച്ചും മിറർ വർക്ക് ആദ്യം ബേസ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതാ ഇത് ഫുള്ളായിട്ട് ഈ ഒരു ഫ്രെയിം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളിതാ എവിടുന്നാണോ ഉള്ളിൽ കൂടെ എടുത്തത് അവിടുന്ന് അടിയിലേക്ക് താഴ്ത്തി കൊടുക്കുക, എന്നിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സാധാ കെട്ടിട്ട് കൊടുക്കുന്ന പോലെ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്രെയിം സ്റ്റിച്ച്. ഓക്കെ, ഇത് നമ്മളെ നെക്കിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്റ്റിച്ചാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.